ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് ആക്ച്വലി പറയുമ്പോൾ നമ്മുടെ റോർ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, റോർ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എന്നൊരു പുതിയൊരു ക്രെഡിറ്റ് കാർഡ് ഇറങ്ങി ഇപ്പോൾ 20% ക്യാഷ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധനം നമ്മുടെ യൂണിറ്റി ബാങ്ക് സ്മോൾ ഫിനാൻസ് ബാങ്കായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഒരു ഫിൻടെക് കമ്പനി ഇറക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. ക്രെഡിറ്റ് കാർഡ് പ്ലസ് നമുക്ക് സേവിങ്സ് അക്കൗണ്ടിൽ കിട്ടും 0 ബാലൻസ്. ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, നമുക്കത് ലൈഫ് ടൈം ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. ആ കാർഡ് നമുക്കിപ്പോൾ അപ്രൂവ് ആയിട്ടുണ്ട്. അത് ഇൻവിറ്റേഷൻ ഓൺലി അപ്പോൾ കിട്ടുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്നില്ല. നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലും കാര്യങ്ങളൊക്കെ വരും. ഭയങ്കര ക്യുക്കാണ് അവരുടെയൊക്കെ. വീഡിയോ KYC ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ അപ്രൂവൽ ആയിട്ടുണ്ടോ റിജക്റ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഇവരുടെ ലിമിറ്റൊന്നും നമുക്ക് കാണിച്ചിട്ടില്ല. അവരുടെ ആപ്പൊക്കെ ഒന്നും ഇപ്പോൾ നമ്മുടെ കാർഡ് വന്നാലേ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ആപ്പും അതുപോലെ തന്നെ വന്നില്ല ഇവരുടെ ആപ്പ് തന്നെ തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ അത് കാണിച്ചു തരാം. റോർ ബാങ്ക് എന്ന് ആപ്പ് കണ്ടു. എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കയ്യിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് പൊത്തി പിടിക്കട്ടെ. അപ്പോൾ ഞാൻ എന്നിട്ട് ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ വൺസ് യുവർ കൺഗ്രാജുലേഷൻ നിങ്ങൾക്ക് കൂടെ കാണുന്നതായിരിക്കും. കണ്ടോ, കൺഗ്രാജുലേഷൻ, യുവർ കാർഡ് ഇസ് റെഡി ആൻഡ് വിൽ ബി ഡെലിവേർഡ് ടു യു. ഇതാണ് അവരുടെ ആപ്പ് വരുന്നത്. അപ്പോൾ ഇതിൽ വേറെ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. വെർച്വൽ കാർഡ് ഒക്കെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫിസിക്കൽ കാർഡ് വേണം. ലിമിറ്റ് എങ്ങനത്തെ സംഭവം ഒന്നും അറിയില്ല. അവർ കുറേ പേർക്ക് ഭയങ്കര ലിമിറ്റ് കുറവ് കൊടുക്കുന്നുണ്ട്. മാക്സിമം ഒരു ലിമിറ്റ് കൊടുക്കുന്നത് 1.5 ലക്ഷം രൂപയാണ്. കുറേ പേർക്ക് ഭയങ്കര ലിമിറ്റ് കുറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവരുടെ ഗുണം എന്താ അറിയുമോ, നിങ്ങൾക്ക് ക്രെഡിറ്റ് ഹിസ്റ്ററി ഇല്ലെങ്കിലും നമുക്ക് കിട്ടും. അതായത് ക്രെഡിറ്റ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി സാലറീഡ് ആണ്, പക്ഷേ നിങ്ങൾ ഇതുമായിട്ട് മുമ്പ് ലോണും സംഭവമൊന്നും എടുത്തിട്ടില്ല. അതായത് സിബിൽ സ്കോർ ജനറേറ്റ് ആയിട്ടുണ്ടാവില്ലല്ലോ, അവർക്കും ആക്ച്വലി കാർഡ് കിട്ടും. അങ്ങനെ ഒരു ഗുണം ഈ സാധനത്തിനുണ്ട്. പിന്നെ ഇവരുടെ കസ്റ്റമർ കെയർ, ഞാൻ അവരുടെ വാട്സപ്പ് നമ്പറൊക്കെയാണ് അവർ കൊടുത്തേക്കുന്നത് കസ്റ്റമർ കെയർ. പക്ഷേ കസ്റ്റമർ കെയർ ഒന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല കേട്ടോ. നമ്മുടെ ഈ വാട്സപ്പായാലും നമുക്ക് റിപ്ലൈയും കാര്യങ്ങളൊന്നും വരില്ല. ആകെ ഒരു ഓട്ടോമാറ്റിക് മെസ്സേജ് വരും, അത്ര തന്നെ. പിന്നെ റിപ്ലൈയും വാങ്ങുന്നില്ല. അപ്പോൾ കസ്റ്റമർ കെയറൊക്കെ ശോകം തന്നെയാണ്. പിന്നെ ഇവരുടെ ക്യാഷ് ബാക്ക് എന്താ സംഭവം വെച്ചാൽ നമുക്ക് മന്ത്ലി മാറ്റാം. 2 കാറ്റഗറി നമുക്ക് സെലക്ട് ചെയ്യാം. അതിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ക്യാഷ് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മുടെ കാർഡ് 2 ദിവസത്തിനുള്ളിൽ വരും. സാധനം ഷിപ്പായിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാട്ടോ. അപ്പോൾ ഹിഡൻ ഫീസും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ഇവരുടെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് 62 ദിവസത്തിൻ്റെ ഇൻട്രസ്റ്റ് പീരീഡ് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 7% നമുക്ക് ആ സേവിങ്സ് അക്കൗണ്ടുമ്പോൾ ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഇവരുടെ സേവിങ്സ് അക്കൗണ്ട് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഡെബിറ്റ് കാർഡൊന്നും ഇല്ല, അതുപോലെ തന്നെ ക്യാഷ് ചെക്ക് ബുക്കോ സംഭവമൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് UPI ആണ്, റൂപേ കാർഡാണ് വരുന്നത്. ഇതിൻ്റെ കാർഡുമ്മേ പേരൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ കുഴപ്പമുണ്ട്. നമ്മുടെ കസ്റ്റമറിൻ്റെ പേരുണ്ടാവില്ല കാർഡുമ്മേ. അത് ഓൾറെഡി ഡിഫോൾട്ടായിട്ടൊരു കാർഡ് ഉണ്ടാവില്ല. അങ്ങനത്തെ കാർഡാണ് അവർ സെൻഡ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോഴത്തേക്ക് ഇനി ഭാവിയിൽ മാറ്റാമെന്ന് അറിയില്ല. 2-in-1 എന്ന് പറഞ്ഞിട്ട് സംഭവമാണ് അവർ കൊടുക്കുന്നത്. 2-in-1 കാർഡാണ് ആക്ച്വലി. നമുക്ക് എന്താ പറയുക, ക്രെഡിറ്റും ഉണ്ട് സേവിങ്സും ഉണ്ട്. അതായത് ഡെബിറ്റ് കാർഡ് പ്ലസ് ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം അതിന്. അതാണ് ആ കാർഡിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലുള്ള ക്യാഷ് കൊടുക്കാം. അങ്ങനത്തെ സംഭവമാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇതാണ് ഇവൻ്റെ കാർഡിൻ്റെ ഡിസൈൻ. ഒരു ബ്ലാക്ക് കാർഡാണ് റൂപേ വേരിയൻ്റായിട്ട്. റോർ ബാങ്ക്, ഇതും യൂണിറ്റി SFB എന്നായിട്ട്. നമുക്ക് യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്ക് മിക്ക സ്ഥലത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീട് തൃശ്ശൂരാണ്. ഇപ്പോൾ തൃശ്ശൂരൊക്കെ ഉണ്ട്, ഇവിടെ എറണാകുളത്തും ഉണ്ട്, മിക്ക സ്ഥലത്തും ഉണ്ട് ഇത്. പിന്നെ ക്യാഷ് ബാക്കിൻ്റെ രീതി എങ്ങനെ വെച്ചാൽ നമുക്ക് മന്ത്ലി മാറ്റാം. നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ ഒരു മാസം ഷോപ്പിങ്ങും യൂട്ടിലിറ്റി ബില്ലാക്കാം, അടുത്ത മാസം വേണമെങ്കിൽ യൂട്ടിലിറ്റി ബില്ലും അങ്ങനെ സെപ്പറേറ്റ് മാറ്റി കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഗുണം വരുന്നത്. പിന്നെന്താ, സ്കാൻ ആൻഡ് പേ ഓപ്ഷൻസുകളൊക്കെ ഉണ്ട്. നമുക്ക് ATM വിഡ്രോവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ആപ്പ് ഇൻസ്റ്റൻറ്റ് സ്മാർട്ട് ആപ്പ് എന്നാണ് ഇവർ തന്നെ പറയുന്നത്. അതായത് നമ്മുടെ വൺ കാർഡിൻ്റെ ആപ്പൊക്കെ ഇല്ലേ, നമ്മളിപ്പോൾ ട്രാൻസാക്ഷൻ ചെയ്താൽ അപ്പം തന്നെ അപ്പം തന്നെ നമ്മുടെ ആപ്പിൽ റിഫ്ലക്ട് ചെയ്യും. അങ്ങനത്തെ ഒരു ആപ്പാണ്. ഇപ്പോൾ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കാർഡ് മാനേജ്മെൻറ്റ് സംഭവമൊക്കെ നമുക്ക് അതിലൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ സാധനം നിങ്ങൾ ആദ്യം തന്നെ ഇതിൽ നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഇതിൽ നമ്മുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് വയ്ക്കാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൽ വരും. മെയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്ത് കൊടുത്താൽ മതി. ഇതുവരെയായിട്ട് ഇത്ര കാലമായിട്ട് ചോദിച്ചവർക്കൊന്നും അവർ പ്രൂഫും കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഫുള്ളി ബേസ്ഡ് ഓൺ സിബിൽ സ്കോറാണ് അവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സിബിൽ സ്കോർ നല്ല സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നല്ലത് ലിമിറ്റ് കിട്ടുന്നുണ്ട്. അതാണ് ഇവർ ഇൻകം പ്രൂഫും കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. അത് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ അയക്കണ കാരണം കേട്ടോ. ഞാനിപ്പോൾ ആക്ഷനിൽ ഷൂട്ട് ചെയ്യുന്നത് ആക്ഷൻ ക്യാമറ കൂടെയാണ് DJൻ്റെ. അപ്പോൾ ഫുട്ടേജ് എങ്ങനെയുണ്ടെന്നും പറയാൻ മറക്കണ്ട. പിന്നെ ഞാൻ നോർമലി ഇതുകൊണ്ട് ഷൂട്ട് ചെയ്യാറില്ലാണ്. അപ്പോൾ ഞാൻ 2-3 DJൻ്റെ ആക്ഷൻ ക്യാമറ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, DJ Action 2. 15,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. നല്ല കിടകൻ ഡീലാണ്. അതിൻ്റെ വീഡിയോ കാണാത്തൊരു പോയി കണ്ടുപോകുക. ഇന്ന് ആക്ച്വലി നമുക്ക് നമ്മുടെ Pocket 3 ഇല്ലേ, അത് വരാണ്ട്. അത് വന്നിട്ട് ഇതൊരു ആമസോൺ തന്നെയായിരുന്നു. മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പറഞ്ഞ ഒരു 4 മണി 5 മണിയൊക്കെ ആവുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വെയിറ്റിംഗ് ആണ്. ഞാൻ ആക്ച്വലി അതിലെടുക്കാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പം നടക്കില്ല. ഇപ്പോൾ എന്തായാലും എനിക്ക് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇനി വൈകി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ റോർ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ വീഡിയോ എടുക്കാൻ കാരണം. എന്ന് വെച്ചാൽ കുറേ പേര് മെസ്സേജും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് ഇത് അപ്രൂവൽ അപ്ലൈയിങ് സാധനം തുടങ്ങിയിട്ടുണ്ട്, വീഡിയോ KYC ചെയ്യാൻ ഓപ്ഷൻ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. വീഡിയോ KYC ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ കുറച്ച് വെരിഫിക്കേഷൻ സംഭവമൊക്കെ ഉണ്ട്. അതായത് നോർമൽ ജസ്റ്റ് നമ്മുടെ അഡ്രസ്സ് പറയും,
നമ്മുടെ ആധാർ കാർഡിലുള്ള അഡ്രസ്സ് പറയാൻ പറയും. അവർ ഫുൾ ആധാർ കാർഡ് ബേസാണ് നോക്കണം കേട്ടോ. അതേപോലെ തന്നെ പേരിൻ്റെ ഫുൾ നെയിം എന്താണെന്ന് ചോദിക്കും. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ചോദിക്കും അവർ. പിന്നെന്തായിരുന്നു എന്നോട് ചോദിച്ചത്, പിന്നെ ലൊക്കേഷൻ ചോദിച്ചു, പിന്നെ നമ്മൾ ചെയ്യുന്ന ജോബ് എന്താണെന്ന് ചോദിച്ചു, പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ചോദിച്ചുള്ളൂ, വേറെ സംഭവമൊന്നും ചോദിച്ചില്ല കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റ് എടുക്കില്ല, 2-3 മിനിറ്റ് എന്തായാലും. നോർമലി നമ്മുടെ സാധാരണ വീഡിയോ കേസ് എടുക്കാറില്ല. സൈൻ ചെയ്യാനൊന്നും ചോദിച്ചില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യും, നമ്മുടെ പാൻ കാർഡിൻ്റെയും ഫോട്ടോ ക്യാപ്ചർ ചെയ്യും, അത്രേ ഉള്ളൂ കേട്ടോ. പറയുമ്പോൾ നമുക്ക് അതിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ ഒരു വൈറ്റ് പേപ്പറിൽ എടുത്ത് വയ്ക്കണം എന്നൊക്കെ, പക്ഷേ സൈൻ ചെയ്യാനൊന്നും പറഞ്ഞില്ല കേട്ടോ. പിന്നെ നോർമലി നമ്മുടെ സാധാരണ ബാക്ക് ക്രെഡിറ്റ് കാർഡുകളുടെ വീഡിയോ കേസ് ചെയ്യില്ല, അതിനായിട്ട് കുറച്ചുകൂടി ടൈം എടുക്കുന്നുണ്ട്, അതാണ് അത്രേ ഉള്ളൂ. ബാക്കിയുള്ള ക്രെഡിറ്റ് കാർഡുകളുടെ 2 മിനിറ്റ് ആണെങ്കിൽ ഇതൊരു 3 മിനിറ്റ് എടുക്കുന്നുണ്ട്, അത്ര ഉള്ളൂ ഡിഫറൻസ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം കണ്ടു പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3-ാമത്തെ ചാനൽ കാണാത്തപ്പോൾ കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്നിക്കൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാൻ മറക്കേണ്ട, അതിൽ സംശയം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്താൽ മതി. ലിങ്ക് ആണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത കാണാം, ബൈ.